ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ്. ഈ ദിനത്തിൽ ഞാൻ കണ്ട പോസ്റ്റുകളിൽ ഏറ്റവും മികച്ചത് എന്ന് എനിക്ക് തോന്നിയ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത്, ഈ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയമന്യേ ഓരോരുത്തരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ ഇതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ഓരോരുത്തരും ചിന്തിച്ച ഒരു കാര്യം കൂടിയാണ്. പ്രേം ശൈലേഷ് എന്നാണ് ഈ പോസ്റ്റ് എഴുതിയ ആളുടെ പേര്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഹിന്ദു ഇതിഹാസ പുരാണങ്ങളിൽ അങ്കുഷ്ടൻ എന്നു പേരുള്ള ഒരു മായാവിയുണ്ട്. തള്ളവിരൽ വലിപ്പം മാത്രമുള്ള മായാവി. അങ്കുഷ്ടൻ്റെ പ്രത്യേകത, എത്രത്തോളം അങ്കുഷ്ടനെ എതിരാളികളോ ശത്രുക്കളോ എതിർക്കുന്നുവോ അത്രത്തോളം ആ മായാവി വളർന്നു വലുതാകും എന്നതാണ്. നരേന്ദ്രമോദി അങ്കുഷ്ടൻ്റെ ഈ ഗുണമുള്ള ഒരു മായാവിയാണ്. എത്രത്തോളം എതിർക്കുന്നുവോ അതിനപ്പുറം വളരാൻ ശേഷിയുള്ള മായാവി. എല്ലാ മനുഷ്യർക്കും അത് എളുപ്പം കഴിയുന്ന ഒന്നല്ല. ഗുജറാത്തിൽ നടന്ന കലാപത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ മുളയിലേ നുള്ളിക്കളയാൻ നോക്കിയവരുണ്ട്. നീണ്ട 20 വർഷത്തിനിടയിൽ എത്രയോ തവണ അദ്ദേഹത്തെ എതിർക്കാൻ ശ്രമിച്ചവരുണ്ട്. അതെല്ലാം അതിജീവിച്ച് ഇങ്ങനെ വളർന്ന മറ്റൊരു നേതാവ് ചരിത്രത്തിലില്ല. ഏതോ അജ്ഞാതമായ ഗുഹയിൽ തൻ്റെ പ്രാണൻ സുരക്ഷിതമായി ഒളിപ്പിച്ചു വച്ചിട്ട് തത്തയുടെ രൂപം സ്വീകരിച്ച് പറന്നു നടന്ന മായാവിയുടെ കഥ പോലെ മോദിയുടെ ശക്തിയും ദൗർബല്യവും എല്ലാം തന്നെ അദ്ദേഹത്തിന് മാത്രമറിയാവുന്ന ഒരു അജ്ഞാതമായ ഗുപ്തമായ രഹസ്യമാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയവും. സൂര്യൻ അസ്തമിക്കുന്ന നേരം നോക്കി ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ അധികാര ഇടനാഴികളിൽ ജനങ്ങളുടെ നികുതിപ്പണവും അധ്വാനവും കവർന്നെടുത്ത് അഴിമതിപ്പണം കൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിച്ച അധികാരദ്രോഹികളുടെ പാരമ്പര്യമുള്ള ഈ രാജ്യത്തിൽ മോദി ഒരു അനിവാര്യതയായിരുന്നു. വാഗ്ദാനങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഉയർത്താനുള്ളതാണ് എന്ന പതിവ് രാഷ്ട്രീയ സിദ്ധാന്തവും വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ അണ്ണാക്കിൽ തിരികേണ്ട അമ്പഴങ്ങ മാത്രമാണ് എന്നും ഈ രാജ്യം തന്നെ വിശ്വസിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് കശ്മീരും CAയും രാമക്ഷേത്രവും സമ്പദ്ഘടനയുടെ വികസനവും രാജ്യസുരക്ഷയും എല്ലാം അടങ്ങുന്ന പറഞ്ഞതൊക്കെ ചെയ്ത് കാണിച്ച് മോദി അധികാരത്തിൽ തുടരുന്നത്. ഒരു ചായക്കാരൻ പ്രധാനമന്ത്രിയാകില്ല എന്ന് കളിയാക്കി ചിരിച്ച ഇറ്റാലിയൻ എല്ലിൻ കഷ്ണങ്ങൾ തിന്ന് ശീലിച്ച പ്രമുഖന്മാരെ കൊണ്ടുപോലും മോദിയുടെ ഭരണം മികച്ചതാണ് എന്ന് പറയിപ്പിച്ചതാണ് നരേന്ദ്രമോദിയുടെ ലെഗസി. കാലാകാലങ്ങളിലായി ഭാരതാംബ അവർക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ ചരിത്ര പുരുഷന്മാർക്ക് ജന്മം നൽകാറുണ്ട്. ആധ്യാത്മിക ഹിന്ദുധർമ്മത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് 100 വർഷങ്ങൾക്ക് മുൻപ് ഒരു നരേന്ദ്രൻ അവർ ജന്മം നൽകിയെങ്കിൽ പൊളിറ്റിക്കൽ ഹിന്ദുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി മറ്റൊരു നരേന്ദ്രനും ജന്മം നൽകിയതും അവർ തന്നെ. ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്ന സ്വാമി വിവേകാനന്ദ വാക്കുകളാണ് ഈ ജന്മദിനത്തിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് ഏറെ പ്രസക്തം. ആർക്ക് വേണമെങ്കിലും തലവനാകാം, പക്ഷേ സേവകനാകുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രാജ്യത്തിൻ്റെ പ്രധാന സേവകന് മീഡിയ മലയാളത്തിൻ്റെ ജന്മദിനാശംസകൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നരേന്ദ്രമോദി കണ്ടുവച്ച അല്ലെങ്കിൽ നരേന്ദ്രമോദി തീർത്ത ഇന്ത്യ, 70 വർഷം ഭരിച്ച കോൺഗ്രസിന് ചെയ്യാൻ കഴിയാത്തത് പലതും നരേന്ദ്രമോദി 11 വർഷം അധികാരത്തിൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു പ്രധാനമന്ത്രിയായിട്ടല്ല, ഒരു ജനസേവകനായിട്ടാണ് അദ്ദേഹം ജനങ്ങളോട് പെരുമാറിയതും ഇടപഴകിയതും. ഒരുപാട് എതിർ ശബ്ദങ്ങൾ ഉയരുമ്പോഴും നിശബ്ദനായി നിന്നുകൊണ്ട് നിങ്ങളോട് മറുപടി പറഞ്ഞ് സമയം കളയാൻ എനിക്ക് പറ്റില്ല, എനിക്ക് ജനങ്ങൾക്ക് സേവിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടികൾ നൽകാതെ മാധ്യമങ്ങൾ നിരന്തരം കടന്നാക്രമിക്കുമ്പോഴും ഒരു വാക്കുപോലും മിണ്ടാതെ തൻ്റെ കർമ്മത്തിൽ മുഴുകിയിരിക്കുന്ന പ്രധാനമന്ത്രി. ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമുക്ക് കാണിച്ചു തന്നത് നമ്മുടെ രാജ്യത്തെ ഓരോ ജനങ്ങളും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എത്ര പ്രിയപ്പെട്ടവരാണ്, എത്ര വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളതാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ മതം ചോദിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ഭീകരർ ഇന്ത്യയിലെ സാധാരണക്കാരെ തീർത്തപ്പോൾ മതത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ ഒരു കലാപമുണ്ടാകുമോ എന്നുള്ള ആശങ്ക പലരും പ്രകടിപ്പിച്ചപ്പോഴും
നരേന്ദ്രമോദിയുടെ വാചകങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്തു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രമാണ്: നമ്മുടെ സഹോദരങ്ങളെയാണ് തീർത്തത്. അതിന് വ്യക്തമായ മറുപടി നമ്മൾ നൽകിയിരിക്കും. മറ്റൊന്നിൻ്റെ പേരിലും നമ്മൾ ശബ്ദിക്കേണ്ട. നമ്മുടെ സഹോദരങ്ങളുടെ പേരിൽ മാത്രമാണ് നമ്മൾ ശബ്ദമുയർത്തേണ്ടത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയ മറുപടി പാകിസ്ഥാൻ ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കൊണ്ടുപോയി അതിനെ എന്നുള്ളതാണ്. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മാത്രമല്ല, അദ്ദേഹം നയതന്ത്രപരമായ പ്രതിരോധവും പാകിസ്ഥാന് നൽകി എന്നുള്ളതാണ്. നമ്മുടെ സഹോദരന്മാരെ തൊട്ട ഇനി പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുന്ന ഇന്ത്യക്ക് നേരെ ഒരു ചെറുവിരൽ പാകിസ്ഥാൻ മടക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ വെള്ളം കുടി പോലും മുട്ടിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇത്ര ആർജവത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ, ഇത്ര കരുത്തോടെ നിലപാടുകൾ സ്വീകരിക്കാൻ മറ്റൊരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമാണ്. ഒരുപക്ഷെ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് നമ്മളിത് കണ്ടിട്ടുണ്ട്. ഒരു ഭയവുമില്ലാതെ അദ്ദേഹം നടപ്പിലാക്കിയ കുറേ കാര്യങ്ങൾ, വിമർശനങ്ങൾ നേരിടുമ്പോഴും ചങ്കുറപ്പോടെ നിന്ന് നിലപാടുകളിൽ കൃത്യമായി വ്യക്തമായി പറയുന്ന ഒരു നരേന്ദ്രമോദിയെ, എതിർ ശബ്ദങ്ങളെപ്പോലും നിശബ്ദരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങളെ കൊണ്ടുപോലും പറയിപ്പിക്കുന്ന നരേന്ദ്രമോദി എന്ന മികച്ച ഭരണാധികാരിയെ, അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നേതാക്കളടക്കം മറ്റു രാഷ്ട്രീയത്തിൽ പെടുന്ന നേതാക്കളടക്കം നരേന്ദ്രമോദിക്ക് ആശംസകളുമായി രംഗത്തെത്തുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നരേന്ദ്രമോദി ചെയ്യുന്ന പ്രവർത്തനങ്ങളെയല്ല ഇവരാരും വിമർശിക്കുന്നത്, നരേന്ദ്രമോദി എന്ന വ്യക്തിയെയാണ് ഇവരൊക്കെ വിമർശിക്കുന്നത്. എടുത്തു പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ. നരേന്ദ്രമോദി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വിമർശിക്കാൻ ഇവർക്ക് അധികാരമില്ല, ഇവർക്ക് അവകാശമില്ല എന്നുള്ളതാണ്. കാരണം അത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി ചെയ്യുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ ഇവരൊക്കെ ഒരു അവസരം തേടി നടക്കുന്നത് എന്നുള്ളതാണ്. വ്യക്തിപരമായി നരേന്ദ്രമോദി എന്ന മനുഷ്യനെയാണ് ഇവരൊക്കെ വിമർശിക്കുന്നത്. പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയെ ഇവർ വിമർശിക്കുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നരേന്ദ്രമോദിയെ ഇവർ വിമർശിക്കുന്നില്ല. ഒരു ചായക്കടക്കാരനിൽ നിന്ന്, RSSൻ്റെ പ്രവർത്തകനിൽ നിന്ന്, ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം നടന്ന് കയറുമ്പോൾ 11 വർഷം ആ കസേരയിൽ ഇന്ത്യയിലെ ജനങ്ങളും ഇന്ത്യയിലെ എല്ലാ സംവിധാനങ്ങളും സുരക്ഷിതമാണ് എന്ന് അദ്ദേഹം ഉറപ്പ് നൽകുമ്പോൾ, ഒരു ദുഷ്ടശക്തികൾക്കും ഇന്ത്യയെ തൊടാൻ കഴിയില്ല എന്ന ഉറപ്പോടെ അദ്ദേഹം പറയുമ്പോൾ, അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ്. ലോകത്തിൻ്റെ മുന്നിൽ ഇന്ന് ഇന്ത്യ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ആ ആർജവമുള്ള മനുഷ്യൻ്റെ ആർജവമുള്ള ഭരണത്തിന് കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യക്കാരനെന്ന് പറയാൻ ഓരോരുത്തർക്കും അഭിമാനമാണ്. ഒരിക്കൽ കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസകൾ.